ജില്ലയിലെ തന്നെ പ്രധാന സഹകരണ ബാങ്കുകളിലൊന്നായ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. വിജിലൻസ് ഡിവൈഎസ്പി ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ തുടരുന്ന ബാങ്കിൽ അനധികൃതമായി നൽകിയ ലോണുകളെക്കുറിച്ചും അത് എഴുതി തള്ളിയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു വിജിലൻസ് എത്തിയത്. വിജിലൻസ് ഡിവൈഎസ്പി ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിൽ തുടരുന്ന ബാങ്കിൽ അനധികൃതമായി നൽകിയ ലോണുകളെക്കുറിച്ചും അത് എഴുതിത്തള്ളിയതുമായി ബന്ധപ്പെട്ടും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 2025 ജനുവരിയിലാണ് ബാങ്കിനെതിരെ വിജിലൻസിന് പരാതി ലഭിച്ചത്. ഒരു വർഷമായി വിജിലൻസ് സംഘം ഇതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ചൊവ്വാഴ്ചയും പരിശോധന നടന്നത്. അതേസമയം വിജിലൻസ് പരിശോധനയ്ക്കെതിരെ UDF രംഗത്തെത്തി. ബാങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലുള്ള പരിശോധന ഒത്തുകളിയാണെന്നും രേഖകൾ കടത്തിക്കൊണ്ടുപോകാനാണെന്നും DCC മെമ്പർ MT അഷ്റഫ്, സമാൻ ചാലുളി എന്നിവർ പറഞ്ഞു. നേരത്തെയും നിരവധി രേഖകൾ കൊണ്ടുപോയതായും ഇവർ ആരോപിച്ചു. വിജിലൻസ് സംഘമെത്തിയ വിവരമറിഞ്ഞ് LDF പ്രവർത്തകരും സ്ഥലത്ത് എത്തിയിരുന്നു. സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ NM സനിത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായാണ് നിലവിൽ ബാങ്കിൻ്റെ ഭരണം. ബാങ്കിൽ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അറിയാതെ ജീവനക്കാരുടെ ലോഗിൻ ID ഉപയോഗിച്ച് 800-ലധികം A ക്ലാസ് മെമ്പർമാരെ നേരത്തെ ചേർത്തിരുന്നതായും പരാതിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭരണസമിതി പിരിച്ചുവിടുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുന്നതും. ബാങ്കിനെതിരെ കോടികളുടെ അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.